ബാക്ക്പാക്കേഴ്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഗുരുസമക്ഷം, ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ, ശ്രീയം, എപ്പിസോഡ് 20, ബാബാജി ദർശനം. പിറ്റേന്ന് അതിരാവിലെ ഞാൻ മാനഗ്രാമം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. ഉച്ചയോടെ ഞാൻ ഗ്രാമത്തിലെത്തി. ടിബറ്റൻ വംശജരായ ഇടയന്മാരാണ് അവിടുത്തെ നിവാസികൾ. കൈത്തറികളിൽ അവർ തന്നെ നെയ്തെടുത്ത പല നിറങ്ങൾ ഇടകലർന്ന പരുക്കൻ കമ്പിളി വസ്ത്രങ്ങളായിരുന്നു അവർ ധരിച്ചിരുന്നത്. എല്ലാവരും ബുദ്ധമതാനുയായികൾ ആയിരുന്നു. വ്യാസഗുഹയുടെ അടുത്ത് എത്തുന്നതുവരെ എൻ്റെ നടത്തം തുടർന്നു. പ്രകൃതിദത്തമായ സാമാന്യം വലിപ്പമുള്ള ഗുഹയായിരുന്നു അത്. സമീപ പ്രദേശത്തുള്ള മറ്റു ഗുഹകൾ കണ്ടെത്താൻ വേണ്ടി ഞാൻ പാറകളിലൂടെ നടന്നു നീങ്ങിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ഒരു തുരങ്കത്തിലൂടെ ഒഴുകിയെത്തി സരസ്വതി അളകനന്ദയിൽ ചേരുന്നത് കണ്ടു. പാറക്കെട്ടുള്ള പ്രദേശത്തിലൂടെ വീണ്ടും നടന്ന് വസുന്ധര വെള്ളച്ചാട്ടത്തിന് സമീപമെത്തി. സ്വർഗാരോഹിണിയിൽ എത്താനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിരുന്നത്. യുധിഷ്ഠിരനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയ കഥയിലും എന്തെങ്കിലും പൊരുൾ കാണാതിരിക്കുകയില്ല എന്ന് വിചാരിച്ചു. ഒരുപക്ഷെ അസാധാരണ ജീവികൾ അവിടെ ജീവിച്ചിരുന്നിരിക്കും. അല്പസമയത്തിനുള്ളിൽ എങ്ങും ഇരുട്ട് വ്യാപിക്കും എന്ന കാര്യം ഓർത്തു. കാറ്റിന് മഞ്ഞുകട്ടയുടെ തണുപ്പായിരുന്നു. ഒരു മനുഷ്യനും കണ്ണിൽപ്പെട്ടില്ല. വിശപ്പ് കലശലായി അനുഭവപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ മാനയിലേക്ക് മടങ്ങിപ്പോകാമെന്ന് വിചാരിച്ചു. അവിടെ സന്മനസ്സുള്ള ആരെങ്കിലും എനിക്ക് ഭക്ഷണവും തങ്ങാൻ ഇടവും തരാതിരിക്കുകയില്ല. വീണ്ടും മനസ്സ് സംശയഗ്രസ്തമായി. നിരാശയും ഭയവും വിശപ്പും എൻ്റെ മനോവീര്യം കെടുത്തി. ഞാൻ ഒരു അന്വേഷണത്തിന് പുറപ്പെട്ടു. എനിക്ക് ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല. ഞാൻ പരാജിതനായിരിക്കുന്നു. കഥാകൃത്തുക്കളുടെ ഭാവനയിൽ അല്ലാതെ യഥാർത്ഥത്തിൽ മഹാത്മാക്കൾ ആരുമില്ല തന്നെ. ഈ ചിന്ത മനസ്സിൽ വേരോടി. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ മരണമല്ലേ അഭികാമ്യം. അളകനന്ദയിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ഉറച്ചു. അപ്പോഴേക്ക് അന്തരീക്ഷമാകെ ഇരുട്ടുകൊണ്ട് മൂടിപ്പെട്ടിരുന്നു. കൊടും തണുപ്പുള്ള കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും വ്യാസ ഗുഹാമുഖത്ത് എത്തി. ആ സമയത്ത് അവിടെ ധൂനി കത്തിച്ചൊലിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. വിറക് കൊള്ളികൾ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ തീനാളങ്ങൾ നൃത്തം ചെയ്യുന്നത് പോലെ തോന്നി. കൊടും തണുപ്പിന് അടിപെട്ടിരുന്ന എന്നെ അഗ്നികുണ്ഡം അതിൻ്റെ അടുത്തേക്ക് മാടി വിളിച്ചു. മനസ്സിൽ ചിന്തിച്ചു, അത് കത്തിച്ചത് ആരായിരിക്കും? ഏതെങ്കിലും ഇടയനായിരിക്കുമോ? അതോ ഒടുവിൽ ഞാൻ ഒരു യോഗിയെ കണ്ടെത്താൻ പോകുകയാണോ? ഗുഹയ്ക്കുള്ളിൽ നിന്നും ശബ്ദം കേട്ടു. ആ ശബ്ദം മുമ്പ് കേട്ടിട്ടുള്ളതുപോലെ തോന്നി. എൻ്റെ മനസ്സിൻ്റെ അഗാധതലങ്ങളിൽ എവിടെയോ നിക്ഷിപ്തമായിരുന്ന ആ ശബ്ദം പൊടുന്നനെ വീണ്ടും കേൾക്കുകയാണോ? ഞാൻ വിറച്ചുകൊണ്ട് ഗുഹയുടെ അടുത്തേക്ക് ധൃതിയിൽ നടന്നു. അപ്പോൾ നീണ്ട തലമുടിയുള്ള ഉയരം കൂടിയ ശരീരം മറയ്ക്കാത്ത ഒരാൾ കണ്ണിൽപ്പെട്ടു. അദ്ദേഹം ഹിന്ദുസ്ഥാനി ഭാഷയിലാണ് സംസാരിച്ചത്. അകത്തേക്ക് വരൂ മധു. നീ ഇത്രയും നാൾ എവിടെയൊക്കെ അലഞ്ഞു നടക്കുകയായിരുന്നു? മധു എന്ന പേര് മുമ്പ് കണ്ടിരുന്ന ഒരു സ്വപ്നത്തിൽ കേട്ടിരുന്നതും മറന്നു കഴിഞ്ഞതുമായിരുന്നു. ഇദ്ദേഹം ആരാണ്? ഞാൻ പറഞ്ഞു, ഞാൻ മധു അല്ല. ഞാൻ കൂടുതൽ സംസാരിക്കേണ്ട, എനിക്കെല്ലാം അറിയാം. അങ്ങ് വെഞ്ചിയൂരിൽ പ്ലാവിൻ്റെ ചുവട്ടിൽ വെച്ച് നടന്ന കാര്യം മുതൽ ഇങ്ങ് വടക്ക് വ്യാസഗുഹ വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. വരൂ, അഗ്നികുണ്ഡത്തിനടുത്തിരിക്കൂ. ആദ്യം നിനക്ക് കഴിക്കാൻ ഭക്ഷണം തരാം. അതിനുശേഷം ഉറങ്ങിക്കൊള്ളൂ. നമുക്ക് നാളെ സംസാരിക്കാം. ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്
അദ്ദേഹം വലത് കൈകൊണ്ട് സ്നേഹപൂർവ്വം എൻ്റെ ഇടത് തോളിൽ തട്ടി. തൽക്ഷണം എനിക്ക് ഒരു കാര്യം ബോധ്യമായി. എനിക്ക് 9 വയസ്സായിരുന്നപ്പോൾ എൻ്റെ വീടിൻ്റെ പിൻഭാഗത്തുള്ള പ്ലാവിൻ ചുവട്ടിൽ വെച്ച് കണ്ടുമുട്ടിയത് ഇദ്ദേഹത്തെ തന്നെയായിരുന്നു. അതേ ശബ്ദം തന്നെയാണ് ഇപ്പോഴും വീണ്ടും കേൾക്കുന്നത്. അതെ, ഞാൻ എൻ്റെ ഗുരുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇദ്ദേഹം തന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും ഗുരുവും. എല്ലാം ഒന്നിൽ ലയിച്ചിരിക്കുന്നു. 3.5 കൊല്ലം അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് കഴിയാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. അദ്ദേഹം ഗുഹയ്ക്കകത്തേക്ക് പോയി. അല്പസമയം കഴിഞ്ഞ് കമണ്ഡലവുമായി മടങ്ങി വന്നു. അതിനുള്ളിൽ 2 ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും ഉണ്ടായിരുന്നു. എൻ്റെ മുമ്പിൽ വെച്ചിട്ട് വാത്സല്യം തുളുമ്പുന്ന സ്വരത്തിൽ പറഞ്ഞു, "എടുത്തു കഴിക്കൂ." ഞാൻ തല കുനിച്ച് അദ്ദേഹത്തിൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. എന്നിട്ട് പറഞ്ഞു, "ഞാൻ അങ്ങയെ ബാബാജി എന്ന് വിളിക്കും. എനിക്ക് വേറെ ഒരു ബാബായെയും അറിഞ്ഞുകൂടാ. അങ്ങ് തന്നെയാണ് എൻ്റെ ബാബ, എൻ്റെ പിതാവും. ജീവിതം മുഴുവൻ ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കും. ഞാൻ ഇപ്പോൾ എത്തേണ്ടയിടത്ത് എത്തിച്ചേർന്നിരിക്കുന്നു." എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. അദ്ദേഹം സ്നേഹനിർഭരമായ സ്വരത്തിൽ പറഞ്ഞു, "സംഭവിക്കുന്നത് എല്ലാം നല്ലതിന് തന്നെ. ഇപ്പോൾ ഭക്ഷണം കഴിക്കൂ." ഞാൻ ഭക്ഷണം കഴിക്കുന്നത് എൻ്റെ ഗുരു സ്നേഹത്തോടെ നോക്കിയിരുന്നു. എൻ്റെ മുന്നിൽ അഗ്നികുണ്ഡവും ചുറ്റും ഹിമാലയ സാനുക്കളും. അദ്ദേഹം പിന്നെയും അകത്തേക്ക് പോയിട്ട് കയ്യിൽ ഒരു ജിലേബിയുമായിട്ടാണ് വന്നത്. ഭക്ഷണത്തിന് ശേഷം അദ്ദേഹം എനിക്ക് മധുരം കഴിക്കാൻ തന്നു. അളകനന്ദയിൽ നിന്നുമുള്ള പരിശുദ്ധ ജലമാണ് കുടിക്കാൻ തന്നത്. ആഹാരം കഴിച്ചതിന് ശേഷം എനിക്ക് ഉറക്കം വന്നു. യുഗങ്ങളായിട്ട് ഉറങ്ങാത്ത ഒരുവിനെ പോലെയായിരുന്നു അന്ന് രാത്രി ഞാൻ ഉറങ്ങിയത്. ഭക്ഷണത്തിന് ശേഷം ബാബാജി അഗ്നികുണ്ഡത്തിൽ നിന്നും ലഭിച്ച നേരിയ പ്രകാശത്തിൽ എന്നെ ഗുഹയ്ക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് വേണ്ടി അദ്ദേഹം നേരത്തെ തന്നെ കിടക്കാനുള്ള ഏർപ്പാട് ചെയ്തിരുന്നത് കണ്ടു. കരിയിലകളുടെയും ചുള്ളിക്കൊമ്പുകളുടെയും മീതെ കട്ടിയുള്ള കമ്പിളി വിരിച്ചിരുന്നു. ചെറിയ കാറ്റ് വീശിക്കൊണ്ടിരുന്നതിനാൽ അഗ്നികുണ്ഡത്തിൽ നിന്നും ചെറിയ ചൂട് കിട്ടിയിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ പെട്ടെന്ന് ഉറങ്ങിപ്പോയത്. അതോ ബാബാജി എൻ്റെ സംരക്ഷകനായിട്ടുണ്ടല്ലോ എന്ന ചിന്തയായിരിക്കുമോ സുഖനിദ്രയ്ക്കുള്ള കാരണം? ബാബാജി മടക്കിയിട്ടിരിക്കുന്ന കമ്പിളിയിൽ നിവർന്ന് നിശ്ചലനായി അഗ്നികുണ്ഡത്തിലേക്ക് നോക്കിക്കൊണ്ട് ചമരം പണിഞ്ഞിരിക്കുന്നതാണ് ഉറങ്ങുന്നതിന് മുമ്പ് അവസാനമായി ഞാൻ കണ്ടത്. ഇതോടെ 20ാമത്തെ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം, ഹരി ഓം.